ഹലോ. ആടുജീവിതം മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്, കണ്ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്ത് പടമാണോ അത്! പ്യുവർ ആർട്ട്, അല്ലെങ്കിൽ മാസ്റ്റർ പീസ്. അതിന് താഴെ എങ്ങനെ ഈ പടത്തിനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. എന്തൊരു ട്രാവലായിരുന്നു, എന്ത് ക്വാളിറ്റിയാണ് ഒരു പടത്തിൻ്റെ ഈ ഒരു മേക്കിങ്ങിന്. ദൈവം ഇത്രയും കാലം എടുത്തിട്ടുണ്ടാക്കിയ പടം സത്യമായിട്ടും എബോ എക്സ്പെക്ടേഷൻ. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ഫിലിം എന്നുള്ള ഒരു 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 കവിത പോലെ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കവിത പോലെ ഉണ്ട് ഈ ഒരു ഫിലിമാണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇതിൻ്റെ നോവലൊന്നും കാര്യങ്ങളൊന്നും വായിച്ചില്ല. പക്ഷേ റിലീസിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണ്. ഇത് സർവൈവലാണ്, പോയി ട്രാപ്പ് ആകുകയാണ്, കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് തന്നെയാണ് ഞാനും പോയത്. പോയി ഇരുന്ന 5 മിനിറ്റിൽ തന്നെ ആളവിടെ പോയി ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് ആളെ ട്രാപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ചെറുതായിട്ടൊരു ഫീലിംഗ്, അതായത് ഓ മൈ ഗോഡ് എന്ത് അവസ്ഥയാണെന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകും. പിന്നെ 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 അങ്ങോട്ട് ഈ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, അല്ലെങ്കിൽ ക്യാമറ, അല്ലെങ്കിൽ പടത്തിൻ്റെ വിഷ്വൽസ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട്, മ്യൂസിക്, ആക്ടിങ്, ഡയറക്ഷൻ, ഇത് എവിടെയാണ് ഏതിനാണ് എടുത്ത് പൊക്കി പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാം എല്ലാം ഒരുമിച്ച് സിങ്ക് ആയിരിക്കുന്ന ഒരു 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 ഇൻ്റർനാഷണൽ ലെവൽ കോണ്ടൻറ്റ് കണ്ടിറങ്ങിയ പോലൊരു ഇത്. ദൈവമേ, ചില സീനുകളൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം, ആ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ സീറ്റിലോട്ട് ചാരിയിരിക്കാൻ പറ്റിയിട്ടില്ല. സീറ്റിൻ്റെ അറ്റത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ഇരിക്കുന്നത്. ഒരു കിണറ്റിൽ എത്തി നോക്കുന്ന ഭാവേനെ ഞാൻ ഇരിക്കുന്നു. നമ്മൾ ആ ഒരു വേൾഡിൽ നമ്മളും ഇൻവോൾവ് ആയിട്ട്, നമ്മളും അവരോട് ട്രാവൽ ചെയ്ത്, നമ്മളും ആ ഒരു ഡെസേർട്ടിലെ എന്താ പറയുക, ചൂടും പരിപാടികളൊക്കെ നമ്മളും ആ ഒരു കഷ്ടപ്പാടിലൂടെ പോകുന്ന അവസ്ഥയായിരുന്നു. ഈ പടത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സോ മലയാളം ഇൻഡസ്ട്രിയുടെ വളർച്ച എത്രത്തോളം ഒരു ഫിലിം ഇൻഡസ്ട്രി ഒരു ഹിസ്റ്ററി എടുത്തിട്ട് എത്രത്തോളം ഒരു ഫിലിം ഇൻഡസ്ട്രി വളർന്നു എന്നുള്ളതിന് ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ അടുത്ത മൈൽ സ്റ്റോണാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്നത്. മലയാളം ഇൻഡസ്ട്രി എന്നല്ല, ഒരു ഇന്ത്യൻ മൂവി എന്നല്ല, ഒരു വേൾഡ് ക്ലാസ് മൂവിക്ക് തന്നെ എന്താ പറയുക, ഒരു റെഫറൻസ് ആയിട്ട് എടുത്ത് നോക്കാവുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്കറിയില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന്. കാരണം മൂവി ഒബ്വിയസ്ലി ഇത് 3 മണിക്കൂറുകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു എല്ലാവരും അല്ല, കുറച്ച് പ്രേക്ഷകരെങ്കിലും ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിങ് ആയിട്ട് പെട്ടെന്ന് പടപടം കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു അതിരടി പരിപാടികൾ, മസാല സോങ്സും പരിപാടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഇപ്പോൾ. അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതും അങ്ങനത്തെ പടങ്ങൾ വിജയിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഓഡിയൻസിനും ഇത് ഇഷ്ടപ്പെടാമായിരിക്കാം. എനിക്ക് അങ്ങനത്തെ പടങ്ങളും ഞാൻ കാണാറുണ്ട്. ഈ പടം എനിക്കിഷ്ടമായി. പക്ഷെ അങ്ങനത്തെ ഒരുപാട് അതിലോട്ട് മാത്രം നോക്കിക്കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എങ്ങനെ ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫിലിം എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും. ആക്ടിങ്, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. കുറച്ച് സീനുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. സീനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. അതിൽ അഭിനയിച്ചിരിക്കുന്ന മണൽത്തരികൾ വരെ നന്നായി അഭിനയിച്ചു എന്നുള്ളതാണ്. ഈ കൂടുതൽ അനിമൽസ്, എൻവയോൺമെൻറ്റ് എല്ലാം ഒരു പ്രത്യേക ഒരു എന്തോന്ന് പടം. ദൈവമേ, ഒന്നും പറയാനില്ല, ക്ലാപ്പ് തന്നെ. ഇതിന് എന്തായാലും ട്രൂലി ദേ ഡിസേർവ്, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദിസ് ഫിലിം ഡിസേർവ് സം അവാർഡ് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഈ പടത്തിന് അവാർഡ് കൊടുക്കുന്നത് ഈ പടത്തിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഈ പടത്തിന് അവാർഡ് കൊടുത്താൽ ആ അവാർഡിന് അതൊരു റെസ്പെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പടത്തിന് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് അവാർഡ് എന്നുള്ളൊരു സംഭവം തന്നെ നമുക്ക് എടുത്ത് കിണറ്റിക്കൊണ്ടിട്ട അവസ്ഥയായിരിക്കും. മേ ബി ഇതൊരു ഓസ്കർ ലെവലിലോട്ട് എന്തായാലും എത്തിക്കണം. ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ഇതിനുള്ളൊരു അറ്റൻഷൻ കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പടം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് പടം. കാരണം RRRനൊക്കെ ഓസ്കാർ വന്നിരിക്കുന്ന മ്യൂസിക്കിനും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ പുഷ്പയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി, മറ്റേ അല്ലു അർജുന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന, അതിനൊക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഇതിന് നാഷണൽ അവാർഡിൻ്റെ ഒരു വാല്യൂയുടെ കാര്യം, അതായത് നാഷണൽ അവാർഡിൻ്റെ വിലയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയെന്ന് പറയാമല്ലോ. പുഷ്പ നല്ല പടമാണ്, പക്ഷേ അതിനെക്കാട്ടിലും ബെറ്റർ ഡിസർവിങ് ആയിട്ടുള്ള പടങ്ങളുണ്ടോ എന്നുള്ളത് ഉണ്ടാകാമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പം നാഷണൽ അവാർഡ് ഇത്രത്തോളം ചീപ്പായി തുടങ്ങിയൊന്നും അറിയില്ല. എന്തായാലും അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ, എന്തായാലും പടം തീർച്ചയായിട്ടും പോയി കാണണേ. ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാം. കുറച്ച് വിഷമമാകും, പക്ഷേ എന്നാലും ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതൊന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് തോന്നും. വെറും ഒരു സർവൈവൽ സ്റ്റോറി മാത്രമല്ല, ഈ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്ര ലക്ഷറിയിലാണ് ഇരിക്കുന്നതെന്ന് കുറച്ച് റിയലൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം
വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് രാവിലെ എണീച്ച് പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ടല്ലോ, അതിന് പോലും വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ചുറ്റും വെള്ളം, പച്ചപ്പ്, മലകൾ, അങ്ങനെ നാച്ചുറലി റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, എത്രത്തോളം ഫ്രീഡം ഉള്ള ആൾക്കാരാണെന്നുള്ളത് ഇങ്ങനത്തെ ഒരു മൂവി കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് സത്യമായിട്ടും റിയലൈസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു നടന്ന സംഭവമാണല്ലോ, ഇതൊരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വേൾഡ് കൂടെ ഈ ലോകത്തുണ്ട്. അവിടെ ഒന്നും പോയി പെടാതെ നമ്മൾ അറ്റ്ലീസ്റ്റ് സമാധാനപരമായിട്ട് ഈ ഒരു നാട്ടിൽ, ഈ ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വന്ന് ജനിച്ചത് തന്നെ വലിയ ഭാഗ്യം എന്നുള്ളതാണ് പറയാനുള്ളത്. ഡെസേർട്ടായാലും അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയാലും, ഇപ്പോൾ ഇദ്ദേഹം പോയി പെടുന്ന, അല്ലെങ്കിൽ നജീബ് ഇവിടെ സ്റ്റോറി ആളവിടെ പോയി പെടുന്ന ആളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരായാലും എത്രത്തോളം എന്താ പറയുക ഇൻഹ്യൂമൻ ആയിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും പെടാതെ നമ്മൾ ഈ ഒരു ലൈഫിൽ ഈ ഒരു ഭാഗത്ത് സേഫായിട്ട് സെക്യൂറായിട്ട് കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നത് തന്നെ ലക്ഷറിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ രാജുവേട്ടൻ അതിൽ അഭിനയിച്ച ഗൂഗിൾ, അതാണ് ആളുടെ പേര് തോന്നുന്നു. പിന്നെ വേറെ ചേട്ടൻ, ആഫ്രിക്കൻ ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, ആൾ കൂടെ അഭിനയിച്ചു. എൻ്റെ എല്ലാവരും അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വരിക്കുന്ന ആട് വരെ അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. സീനൊക്കെ കാണണം, എന്ത് ക്വാളിറ്റിയാണ് അറിയോ. അപ്പോൾ എന്തായാലും പടം തീർച്ചയായിട്ടും കാണണം, ഫാമിലിയോടെ തന്നെ പോയി കാണണം. യാ.